ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ട് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വന്നത്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. ആ മോട്ടറിൻ്റെ ഈ ബ്രഷ് വരുന്ന ഭാഗമായിരുന്നു, ഒരു യൂണിറ്റാണിത്. ഇതാണ് നമുക്ക് മാറ്റേണ്ടി വന്നത്. ഇതിൻ്റെ ഈ ബ്രഷ് വരുന്ന എനിക്ക് R1 വരുന്ന യൂണിറ്റ് അത് പൊട്ടിപ്പോയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു യൂണിറ്റ് മാറ്റിയിട്ടിട്ട് വേണം ആ സെൽഫ് വർക്കിംഗ് ആക്കാൻ. അപ്പോൾ ആ യൂണിറ്റ് മാറ്റിയിട്ട് നമ്മൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് റെഡിയാക്കിയായിരുന്നു. എന്നാലും നമ്മൾ ആ സെൽഫ് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ആർമേച്ചറിൻ്റെ തേയ്മാനം കാരണം കൊണ്ട് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ടാവും സെൽഫ് മോട്ടറിന്. ആ സ്റ്റാർട്ടിങ്ങിന് മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നീട് ഉണ്ടാവില്ല. അതിൻ്റെ ഒരു സൗണ്ട് വേരിയേഷൻ ഉണ്ടാവും. ഇവിടെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ആ ആർമേച്ചറിൻ്റെ തേയ്മാനം കാരണം കൊണ്ട് വരുന്നതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് റിപ്പീറ്റ് നമുക്ക് ഈ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുകയെന്നുണ്ടെങ്കിൽ, മോട്ടറിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുകയെന്നുണ്ടെങ്കിൽ സെൽഫ് മോട്ടർ മാറ്റിക്കളയേണ്ടി വരും കേട്ടോ. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഈ യൂണിറ്റ് മാത്രം മാറ്റിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തായിരുന്നു. എഞ്ചിൻ ഓയിൽ അല്പം ലെവൽ കുറവുണ്ട് കേട്ടോ, അത് 100 മില്ലിയോളം ലെവൽ കുറവുണ്ട്. അതൊന്ന് ടോപ്പപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ സ്ലോ സ്പീഡൊന്ന് കറക്റ്റ് ചെയ്യുക. നമ്മൾ ആ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വന്നതോടുകൂടി തന്നെ നമ്മളതിൻ്റെ ബാറ്ററി കൂടിയും ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ട് കാണിക്കണം. ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പുതിയ ബാറ്ററി ഇരിക്കണം, ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണോ അതിപ്പോൾ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് ചെയ്ത് വരുന്നതിനുള്ള ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.